difference between possible and impossible lies in one's determination. ഒരാളുടെ ദൃഢനിശ്ചയത്തെ ആസ്പദമാക്കിയായിരിക്കും സാധ്യവും അസാധ്യവും നിർണ്ണയിക്കുന്നത്. അസാധ്യമാണ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങിത്തിരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ സാധ്യമാക്കി തീർക്കാൻ സാധിക്കും. ബീഹാറിലെ ഗയയ്ക്കടുത്തുള്ള ഗഹലോർ എന്ന ഗ്രാമത്തിലാണ് ദശരഥ് മാഞ്ചി എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജനനം. 1934 അദ്ദേഹം ജനിച്ചത്. ദശരഥ് മാഞ്ചി ഒരു വലിയ മലയുള്ള ഒരു ഗ്രാമത്തിൽ, ഒരു പർവ്വതം ഉള്ള ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നും അടുത്തുള്ള പട്ടണത്തിലേക്ക് എത്തണമെങ്കിൽ ഈ വലിയൊരു പർവ്വതത്തിനോട് മുകളിലൂടെ കയറിയാൽ മാത്രമേ അപ്പുറത്തുള്ള പട്ടണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളായിരുന്നു. ചെറിയ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് പോലും ആ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ പർവ്വതം കടന്ന് അപ്പുറം ചെന്നാൽ മാത്രമേ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ. ഈ പർവ്വതത്തിന്റെ ഇടയിലൂടെ പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം വളരെയധികം ദുർഘടമായ ഒരു വഴിയാണ്. ഈ വഴികളിലൂടെയൊക്കെ തന്നെയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. അദ്ദേഹം ചെറുപ്പകാലത്തിൽ തന്നെ ശൈശവ വിവാഹം കഴിഞ്ഞിരുന്നു. ഫൽഗുണി ദേവി എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശൈശവ വിവാഹം. അതിനുശേഷം കുറച്ച് പ്രായമായപ്പോൾ അടുത്തുള്ള ധൻപത് എന്ന് പറയുന്ന സ്ഥലത്ത് കൽക്കരി ഖനിയിൽ തൊഴിലാളിയായി പണിയെടുക്കാനായി അദ്ദേഹം ചെന്നു. അവിടെ അദ്ദേഹം കുറേ വർഷങ്ങൾ പണിയെടുത്തതിന് ശേഷം തിരിച്ച് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫൽഗുണി ദേവിയെ കല്യാണം കഴിക്കാനും അവിടെ വന്ന് തിരിച്ച് ജീവിക്കാനുമായി തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ എത്തി ഇവർ രണ്ടുപേരും വിവാഹിതരായി സന്തോഷകരമായ രീതിയിൽ ജീവിച്ച് തുടങ്ങി. ആ ഇടയ്ക്ക് അവർക്ക് ആദ്യത്തെ ഒരു കുട്ടിയും ജനിച്ചു. ഈ സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി ഈ പർവ്വതത്തിന് മുകളിൽ ചെന്ന് കല്ല് പൊട്ടിക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം സ്ഥിരമായ രീതിയിൽ ജോലി ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സ്നേഹത്തോടുകൂടി തന്നെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തന്നെ ഉച്ചയാകുമ്പോഴേക്കും എടുത്തുകൊണ്ട് ഈ മലയുടെ മുകളിൽ ഇദ്ദേഹം പണിയെടുക്കുന്ന സ്ഥലത്തുകൊണ്ട് കൊടുക്കും. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം സമയമായിട്ടും തൻ്റെ ഭാര്യ അവിടെ എത്തിയില്ല. എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യ ഭക്ഷണം കൊണ്ട് എത്താത്തതെന്നുള്ളതിൽ അദ്ദേഹം ആശങ്കപ്പെട്ടു. ഈ സമയത്താണ് ഒരു കുട്ടി ഓടി എന്ന് പറയുന്നത് ഫൽഗുണി ദേവി എന്ന ദശരഥ് മാഞ്ചിയുടെ ഭാര്യ മലയുടെ മുകളിൽ നിന്നും ഭക്ഷണവുമായി വരുന്ന വഴിക്ക് വീണ് കിടക്കുകയാണ്. അവിടെ നിന്നും അദ്ദേഹം ഓടി തന്നെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഈ സമയത്ത് രണ്ടാമത് ഗർഭിണിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ഫൽഗുണി ദേവി. ഗർഭിണിയായ തന്റെ ഭാര്യയെ എടുത്തുകൊണ്ട്, ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഭാര്യയെ എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും അടുത്തുള്ള പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് എത്താനായി സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കുഞ്ഞു ജീവനോടെ തന്നെ വന്നു. എന്നിരുന്നാലും ഒരുപാട് അദ്ദേഹം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുകയുണ്ടായി. തിരിച്ച് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഒരുതരം വാശിയോടെയാണ്, ഒരുതരം വൈരാഗ്യത്തോടെയാണ്. അദ്ദേഹത്തിന്റെ വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തന്നെ ഈ വലിയ പർവ്വതത്തോടായിരുന്നു. കാര്യം ഈ പർവ്വതം ഇല്ലായിരുന്നെങ്കിൽ സമയത്ത് തന്നെ അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ അവിടെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഇങ്ങനെ മലയുടെ മുകളിലേക്ക് കയറാനും മറിഞ്ഞു വീഴേണ്ട സാഹചര്യം ഉണ്ടാവാനും തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു വൈരാഗ്യത്തോടുകൂടി അദ്ദേഹം തിരിച്ചെത്തി തൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള ഉളിയും ചുറ്റികയും കല്ല് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് എക്യുപ്മെന്റ്സും ഒക്കെ തന്നെയായിട്ട് അദ്ദേഹം മലയുടെ അടുത്തേക്ക് ചെല്ലുകയും ആ മലയെ കൈചൂണ്ടി നിന്ന് വെല്ലുവിളിച്ച് നിന്നെ ഞാൻ കീറി മുറിച്ചൊരു വഴി വെട്ടാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്തു. ഈ സമയത്ത് നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി ദശരഥ് മാഞ്ചിക്ക് ഭ്രാന്തായി. അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് ഭ്രാന്തായി എന്ന് പറയാൻ തുടങ്ങി. 1960 മുതൽ അദ്ദേഹം സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഈ പാറ പൊട്ടിക്കുന്ന തൊഴിൽ ഏർപ്പെട്ടു തുടങ്ങി. ഈ മലയെ രണ്ടായി പിളർക്കാനായി, ഒരു വഴി പണിയാനായി. അദ്ദേഹം തുടർന്ന് വീണ്ടും വീണ്ടും ശക്തമായ രീതിയിൽ ഈ കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലാകെ ജലക്ഷാമം ഉണ്ടാവുകയുണ്ടായി. ഏതാണ്ട് 1975 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ബീഹാറിലെത്തിയ സമയത്ത് ഇദ്ദേഹം കുറച്ച് സുഹൃത്തുക്കളുമായി അവിടെ ചെന്നു. ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ച് ഈ വഴി പണിയുന്ന കാര്യം ഒന്ന് ശരിയാക്കിയെടുക്കാനാണ് അദ്ദേഹം അവിടെ ചെന്നത്. അവിടെ ചെന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് ആ വേദി ഇടിഞ്ഞു വീഴുകയും ഇദ്ദേഹവും കുറച്ച് കൂട്ടുകാരും ചേർന്നത് പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഫോട്ടോ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഇവരുടെ നാട്ടിൽ ഒരു ഗ്രാമമുഖ്യനുണ്ട്. ഇയാളാകട്ടെ ആ നാടിനു വേണ്ടി യാതൊന്നും ചെയ്യാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ മാത്രം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഗ്രാമമുഖ്യനാണ്. ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്ന സമയത്ത് ഗ്രാമമുഖ്യന്റെ നിറമൊക്കെ മാറി. അദ്ദേഹം
ദശരഥ് മാഞ്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, താങ്കൾ ഒരു ഒപ്പിട്ട് തരാമെങ്കിൽ വഴി പണിയാനുള്ള കാശൊക്കെ ഞാൻ റെഡിയാക്കാം, ഞാൻ അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് റോഡ് പണിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ രീതിയിൽ ഫിംഗർ പ്രിൻ്റൊക്കെ സംഘടിപ്പിച്ച് ഇദ്ദേഹം കാശൊക്കെ വാങ്ങിച്ചു. പക്ഷേ വഴിയൊന്നും പണിതില്ല. ദശരഥ് മാഞ്ചിക്ക് മനസ്സിലായി തന്നെ ഗ്രാമമുഖ്യൻ ചതിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ആവേശം ഒട്ടും കളയാതെ വീണ്ടും ഈ പർവ്വതത്തെ മുറിക്കാനായി വീണ്ടും ശക്തമായ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് ആ ഗ്രാമത്തിൽ ജലക്ഷാമം രൂക്ഷമായി മാറുകയും ആ ഗ്രാമത്തിലുള്ളവരൊക്കെ തന്നെ അവിടെ നിന്നും പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ദശരഥ് മാഞ്ചിയുടെ അച്ഛൻ വന്ന് ദശരഥ് മാഞ്ചിയോട് പറഞ്ഞു, മോനെ നീ കുറേ വർഷമായില്ലേ ഈ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട്, നിർത്ത്, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്നും മാറാം, അതല്ലെങ്കിൽ ജീവനില്ലാണ്ടാവും, നമുക്ക് കുടിക്കാനുള്ള വെള്ളം പോലും ഇവിടെ ഇല്ല. അപ്പോഴും ദശരഥ മാഞ്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഈ പർവ്വതത്തെ കീറിമുറിച്ചൊരു വഴി പണിയണം, ഞാൻ വരില്ല. അദ്ദേഹം അവിടെയുള്ള ഇലകളും പുല്ലുകളും ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ കിട്ടുന്ന ചീത്ത മലിനമായ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയും വീണ്ടും ആഞ്ഞടിക്കുകയും ചെയ്തു. ഈ സമയം കഴിഞ്ഞതിനു ശേഷം ഗ്രാമത്തിലുള്ള വാസികളൊക്കെ തന്നെ തിരിച്ചെത്തി. എല്ലാവരും വന്നിരുന്ന സമയത്തും ഇദ്ദേഹം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്ക് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധിയെ കാണാൻ ഇദ്ദേഹം നേരിട്ട് പോയി. അന്ന് 20 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ്. 20 രൂപ ട്രെയിൻ ടിക്കറ്റിന് കാശില്ലാത്തതുകൊണ്ട് 1070 കിലോമീറ്റർ ആണ് അദ്ദേഹം അവിടെ നിന്നും ഡൽഹി വരെ നടന്ന് ചെന്നത്. ഈ ഫോട്ടോയെ കാണിച്ചെങ്കിലും കുറച്ച് പോലീസുകാർ ചേർന്ന് ആ ഫോട്ടോ വലിച്ച് കീറുകയും ഇദ്ദേഹത്തിന് കുറച്ച് അടി കൊടുക്കുകയും ചെയ്ത് ഇദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇദ്ദേഹം തിരിച്ചെത്തിയിട്ടും അദ്ദേഹത്തിന്റെ വാശിക്കോ അദ്ദേഹത്തിന്റെ ആവേശത്തിനോ 1% പോലും കുറവുണ്ടായില്ല. വീണ്ടും ശക്തമായ രീതിയിൽ അദ്ദേഹം ഈ പാറയെ കീറി മുറിക്കാനായി, ഈ പർവ്വതത്തിന് നടുക്കൂടെ വഴിയുണ്ടാക്കാനായി ഇറങ്ങി തിരിച്ചു. ആ ഇടയ്ക്ക് അവിടെയുള്ള എൻവയോൺമെന്റൽ നിയമം വെച്ചിട്ട് ഈ മലയെ സംരക്ഷിക്കുന്നുകൊണ്ട് മലയെ കീറിമുറിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കുറച്ച് പേർ ചേർന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ആ സമയത്ത് ഒരു പരിസ്ഥിതി പ്രവർത്തകനും ഒരു ജേർണലിസ്റ്റുമായ മറ്റൊരു വ്യക്തി ഇടപെട്ടിട്ടാണ് ഇദ്ദേഹത്തെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചിറക്കി കൊണ്ടുവന്നത്. തുടർന്ന് ഇദ്ദേഹം കഠിനമായി അധ്വാനിച്ച്, സുഹൃത്തുക്കളെ, 1960 മുതൽ 1982 വരെ 22 വർഷക്കാലം ഒരു പർവ്വതത്തിനെ വെല്ലുവിളിച്ച് 22 വർഷക്കാലം അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചപ്പോൾ ഏതാണ്ട് 55 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അടുത്ത ടൗണിൽ എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം ഈ മലയെ കീറി മുറിച്ചപ്പോൾ 30 അടി വീതിയുള്ള, 30 അടിയോളം ഉയരമുള്ള, 360 അടി നീളമുള്ള ഒരു പാത അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ 1982 ഇദ്ദേഹം പണിത വഴിയിൽ മറ്റ് സപ്പോർട്ടുകളുമായി ഗവൺമെന്റും എത്തി. ഇങ്ങനെ മനോഹരമായ ഒരു പാതയായി ഇത് മാറി. മുൻപ് 55 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആളുകൾ ഈ പറയുന്ന അടുത്തുള്ള ടൗണിലെത്തിയതെങ്കിൽ ഇപ്പോൾ ഈ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 360 അടി സഞ്ചരിക്കുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ 15 കിലോമീറ്റർ അവർക്ക് അടുത്തുള്ള ടൗണിൽ എത്താൻ പറ്റുന്ന സാഹചര്യമുണ്ടായി. പാവപ്പെട്ടവന്റെ ഷാജഹാൻ എന്നാണ് ഈ വ്യക്തി അറിയപ്പെടുന്നത്. 2006 ഇദ്ദേഹത്തിന്റെ പേര് പത്മശ്രീക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. ദ മൗണ്ടൻ മാൻ എന്നറിയപ്പെടുന്ന ദശരഥ് മാഞ്ചിയെ കുറിച്ച് ആലോചിക്കുക. ജീവിതത്തിൽ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും, പോസിബിൾ ആണോ ഇമ്പോസിബിൾ ആണോ എന്ന് ചിന്തിക്കുമ്പോഴും ഒക്കെ തന്നെ ദശരഥ് മാഞ്ചി എന്ന നമ്മുടെ മുന്നിൽ ജീവിച്ച നമ്മളിൽ ഒരാളായ ദശരഥ് മാഞ്ചിയെ കുറിച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാവുക. ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തിയെ തടസ്സപ്പെടുത്താൻ യാതൊന്നിനാവില്ല. അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ ഇച്ഛാശക്തിയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ ഇവിടെയുള്ള നക്ഷത്രങ്ങൾ വരെ നിങ്ങൾ വിജയിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ദൃഢനിശ്ചയത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി ശക്തമായ രീതിയിൽ മുന്നേറാനും ഇമ്പോസിബിൾ എന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളെ പോസിബിൾ ആക്കി മാറ്റി ജീവിതത്തിൽ വലിയ വിജയവും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇൻസ്പിറേഷനും ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.